വരുണേട്ടൻ്റെ കൂടെ കാറിൽ വീട്ടിൽ വന്നിറങ്ങുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് എന്നെ ഒന്ന് ആക്കിച്ചിരിയാണ്. ആരെയും നോക്കാതെ ഞാൻ അകത്തേക്ക് ഓടി. മോനെ, അകത്തേക്ക് വാ. വേണ്ടമ്മേ, ഇനിയിപ്പോൾ അധികം ദിവസമില്ലല്ലോ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അമ്മയുടെ സ്നേഹത്തോടെയുള്ള ക്ഷണം വരുണേട്ടൻ നിരസിക്കുന്നത് ഞാൻ അകത്തിരുന്ന് കേട്ടു. അധിക ദിവസമില്ലേ? അതിപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ നഖം കടിച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി. ഇടയ്ക്ക് വിരലിലേക്കും ഇനി കടിക്കാൻ നഖമൊന്നും ബാക്കിയില്ല. മാച്ചി, പുറകിൽ നിന്നും പിള്ളേർ വന്നെന്നെ കെട്ടിപ്പിടിച്ചു. മാച്ചിയുടെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ ഞായറാഴ്ച പോകുക. ഡ്രസ്സോ? അപ്പോൾ കല്യാണം എന്നാ? സെപ്റ്റംബർ 20. കൊള്ളാലോ, അന്നാണോ എന്നെ കുരുതി കൊടുക്കുന്ന ദിവസം? ഇനി 15 ദിവസം കൂടെ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. കല്യാണ തീയതി അവസാനം അറിയുന്ന ലോകത്തിൽ ആദ്യം അത് ഞാനായിരിക്കും. ആ നിർവികാരതയോടെ ഞാൻ സെറ്റിയിലേക്ക് കിടന്നു. മാളു, വലിയേട്ടൻ വരുണിൻ്റെ കൂടെ രാവിലെ പോയി നിന്റെ ലോണും ഒക്കെ തീർത്തു. വീടിൻ്റെ ആധാരം തിരിച്ചെടുത്ത് തന്നു. ഇനിയിപ്പോൾ സമാധാനമുണ്ട് കുട്ടി. പിന്നെ അവർ തന്നെയാണ് പോയി തീയതി കുറിച്ചത്. അപ്പും കൂടെ പോയിരുന്നു. കല്യാണ ചിലവിനെ കുറച്ച് ക്യാഷ് തന്നു. ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? സ്വർണം തലയിൽ നിന്ന് എത്തിക്കാൻ ഏർപ്പാട് ചെയ്തു. ചിറ്റത് പറഞ്ഞ് എൻ്റെ തലയിൽ തലോടി. പാവം, അച്ഛൻ്റെ അനിയന് ചേട്ടത്തിയുടെ അനിയത്തിയോടുള്ള സ്നേഹം, അതാണ് ചിറ്റയും ഈ വീട്ടിൽ വന്നത്. അവരുടെ പരസ്പരമുള്ള സ്നേഹമാണ് ഈ വീട് ഇത്രയും നാളിങ്ങനെ പിടിച്ചു നിന്നത്. എന്നാലും ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ വീട്ടുകാരെ ശിക്ഷിക്കണമായിരുന്നു. ഇനി പാവങ്ങൾ സ്വസ്ഥമായിരിക്കട്ടെ. ഞാൻ കാരണം ഒരു വേദന, അത് പാടില്ലിനി. മാളൂസേ, മോൾക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ? ചോദിക്കാനുള്ള മനസ്സുണ്ടായല്ലോ ചിറ്റയ്ക്കെങ്കിലും. സന്തോഷം മോളെ. അപ്പോൾ നിനക്ക്? ചിറ്റ പൂർത്തിയാക്കാതെ എന്നെ നോക്കി. ആ മുഖത്തെ വിഷമം എനിക്ക് മനസ്സിലായി. എനിക്ക് സമ്മതമാണ് ചിറ്റേ. ഞാൻ ആ മുഖത്ത് നോക്കി ചിരിച്ചു. ഈ വീടിനു വേണ്ടി മോൾ സമ്മതിച്ചതാണോ വരുണിനെ മോൾക്ക്? ഇഷ്ടമാണ്. അത് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. അതെ, ഞാൻ ചിറ്റയോട് പറഞ്ഞത് ശരിയാണ്. അന്നാദ്യമായി വരുണേട്ടൻ എൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ, ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അറിയാതെ ആ കണ്ണുകളെ ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ എൻ്റെ അസൂയയും സ്നേഹയോട് വരുണേട്ടനുള്ള അടുപ്പവുമല്ലേ എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത്. ഒരു നിമിഷം അന്നെൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഉള്ള തുറന്നേനെ. പക്ഷേ എന്നെ ഒഴിവാക്കുന്നതിൻ്റെ പക, അതാ ഞാൻ അറിയാതെ വേണ്ടായിരുന്നു ഒന്നും. നിറഞ്ഞുവന്ന കണ്ണ് തുടച്ചുകൊണ്ട് ഞാൻ കട്ടിലിലേക്ക് കിടന്നു. നാളെ എല്ലാവരും വരുണേട്ടൻ്റെ വീട്ടിലേക്ക് പോകുവാണ്. അപ്പുവേട്ടൻ്റെ കല്യാണത്തിന് പോയതാണ് ഒരിക്കലും എല്ലാവരും. ഇപ്പോൾ ബാക്കി ബന്ധുക്കളെ കാണിക്കാൻ കൊണ്ട് പോകുവാണ്. എല്ലാവരുടെയും സന്തോഷം കാണുമ്പോൾ എൻ്റെ ഉള്ളു നിറഞ്ഞു. അവർക്കായി എനിക്ക് ഈ ജന്മം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സ്നേഹസമ്മാനം ഇതേ ഉള്ളൂ. ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കളാണ് പോകുന്നത്. എനിക്ക് വന്നു ചേർന്ന മഹാഭാഗ്യത്തെ അവർ വാനോളം പുകഴ്ത്തുന്നുണ്ട്. അച്ഛനാണെങ്കിൽ അപ്പുവേട്ടനെ നിലത്തും താഴത്തും വെക്കാതെ കൊണ്ടു നടക്കുവാണ്. അവർ പോയതും ഞാൻ പാത്തുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ളൊന്ന് തണുത്തു. എടാ, അപ്പോൾ രണ്ടും കൽപ്പിച്ചായിരുന്നല്ലോ വരുണേട്ടൻ. നീ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യും? നിന്നെ എന്തേലും ചെയ്താലോ? അതൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ലടാ. പിന്നെ ഇനി എൻ്റെ വീട്ടുകാരെ ഉപദ്രവിക്കാതിരുന്നാൽ മതി. ഞാൻ എന്തും സഹിച്ചോളാം. മാളു, നിന്റെ കളിച്ചിരിയൊക്കെ നഷ്ടപ്പെട്ടല്ലോ. മോളെ, എന്ത് സങ്കടം വന്നാലും ചിരിച്ച് തമാശകൾ പറഞ്ഞ് അതിനെ നേരിടുന്ന എൻ്റെ മാളു അല്ല ഇപ്പോൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. പാത്തു പറഞ്ഞത് ശരിയാണ്. 2 ദിവസം കൊണ്ട് ഞാൻ ആകെ മാറിപ്പോയിരുന്നു. അല്ലെങ്കിലും പഴയ മാളു ഇപ്പോൾ ഇല്ലല്ലോടാ. വരുണേട്ടൻ എന്നെ അടിമുടി മാറ്റിയില്ലേ? ചെറുനാണത്തോടെ ഞാനത് പറയുമ്പോൾ പാത്തുവിൻ്റെ മുഖം വിടരുന്നത് ഞാൻ കണ്ടു. നിനക്ക് ആ പഴയ സ്നേഹം അതിപ്പോഴുമുണ്ടോ? അവൾ എൻ്റെ തോളിൽ പിടിച്ചു. ആ സ്നേഹം എന്നിൽ നിന്നും നഷ്ടപ്പെട്ടാലല്ലേ ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ പാത്തു. ഞാൻ വരുണേട്ടനെ മാറ്റിയെടുക്കും. ഇനി ഞാൻ കരയില്ല. സന്തോഷത്തോടെ ആ താലി ഏറ്റുവാങ്ങും. ചെറിയൊരു കളി, അത് ഞാനും കളിക്കും. നീ നോക്കിക്കോ. എന്താ നിന്റെ ഉദ്ദേശം? തോറ്റുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത്ര തന്നെ. ഞാൻ അവളെ കണ്ണുറുക്കി കാണിച്ചു. ദൈവമേ, ഇതൊരു യുദ്ധമാകുമോ? പാത്തു എൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, നീ ആയതുകൊണ്ടൊരു വിശ്വാസക്കുറവ്. അത് പിന്നെ പറയാനുണ്ടോ മോളെ? മറുവശത്ത് ഞാനല്ലേ. ഞാൻ പിന്നെ ആരെ കെട്ടിയാലും അത് പ്രതീക്ഷിക്കാം. അവളെ ഒന്ന് ഇളിച്ച് കാണിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. കമോൺ മാളു, പഴയ മാളു ഉയർത്തെഴുന്നേൽക്കൂ. ഞാൻ എന്നെ തന്നെ വിളിച്ചുയർത്തി. വീട്ടിൽ വന്ന ശേഷം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ചെറിയ ബാഗ് ഞാൻ കയ്യിലെടുത്തു. അതിൽ നിന്നും ചെറിയ ആൽബം, അതിൽ നിറയെ എക്സിബിഷൻ എടുത്ത ഫോട്ടോസ്. ആദർശ് അന്ന് എടുത്തതാണ്. അതിൽ മുഴുവൻ വരുണേട്ടൻ നിറഞ്ഞു നിന്നിരുന്നു.
അതിൽ ആ പൊടിമീശക്കാരനെ ഒന്ന് നോക്കി. ഞാൻ അറിയാതെ ചൊടികളിൽ ചിരി പടർന്നു. വരുണേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്ന ശേഷം അമ്മയുടെയും ചിറ്റയുടെയും ഉപദേശമാണ് അൺസഹിക്കബിൾ. എന്നാലും കേട്ടിരുന്നു. അല്ലേ പറ്റൂ. പുതുമണവാട്ടിയല്ലേ, പിന്നെ ഞാൻ ആയതുകൊണ്ട് 3-ാം നാൾ കെട്ടിയോൻ ഇവിടെ കൊണ്ടാക്കും എന്നൊരു പേടിയുണ്ട് അവർക്ക്. മോളെ, വരുണിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ നോക്കണം മോള്. ഓ തമ്പ്ര. ഞാൻ തലകുനിച്ചു. പെണ്ണിന് ഇപ്പോഴും കുഞ്ഞു കളിയാ. പോരാളി എൻ്റെ തോളിലൊന്ന് തല്ലി. നിന്നെ പോലെയല്ല ആ കൊച്ചൻ. എന്ത് പക്വതയാണ്, സംസാരവും പെരുമാറ്റവും. അവൻ്റെ കൈക്ക് എന്നും പണിയായിരിക്കും ഇവൾ. അമ്മച്ചി അറം പറ്റുന്ന ഒന്നും പറയരുത്, അല്ലെങ്കിൽ തന്നെ അത് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. ഇത് മാത്രം മനസ്സിൽ പറഞ്ഞു. പാത്തുവിനോട് വീമ്പ് പറഞ്ഞെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ട്. ചെയ്തത് തെറ്റ് തന്നെയാണ്, പക്ഷെ അതിനെൻ്റെ വീട്ടുകാരോട്. അവരെന്ത് പിഴച്ചു? ചോദിക്കണം അതിനൊരു മറുപടി. അത് തരാൻ വരുണേട്ടൻ ബാധ്യസ്ഥനാണ്. പലതും ആലോചിച്ച് ഉറങ്ങിപ്പോയിരുന്നു. ഇന്നാണ് ഞായറാഴ്ച ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. രേവതി വിളിച്ചു പറഞ്ഞു അവർ കല്യാണമുണ്ടെന്ന്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ. ചിറ്റ ഫോണും പിടിച്ച് കറങ്ങി നടപ്പാണ്. മാളു, നീ റെഡിയായില്ലേ? അമ്മ വരുമ്പോൾ ഉടുത്തിരുന്ന റെഡ് ചില്ലി സാരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കണ്ണാടിയിൽ മുൻപിൽ ഫാഷൻ ഷോ ആണ് ഞാൻ. എൻ്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ട്, ആരുടെയും കണ്ണ് തട്ടേണ്ട. അത് പറഞ്ഞ് അലമാരയിൽ നിന്നും ഒരു പൊട്ടെടുത്ത് എൻ്റെ നെറ്റിയിൽ ആഞ്ഞുകുത്തി. എൻ്റെ നെറ്റി കുത്തി പൊട്ടിക്കുവല്ല അമ്മ. അയ്യേ, ഇതെന്താ ഈ പൊട്ട്? ഞാനെന്താ ഉഷൗതുപ്പോ? എന്നാ പിന്നെ ആ ദോഷക്കല്ലെടുത്ത് എൻ്റെ നെറ്റിയിൽ വെക്ക്. ഞാൻ ദേഷ്യത്തോടെ ആ പൊട്ടുമാറ്റി ചെറിയൊരു പൊട്ടുകുത്തി. അല്ലേലും നീ ഞാൻ പറയുന്നത് കേൾക്കില്ലല്ലോ, പണ്ടേ അങ്ങനെയല്ലേ? അമ്മ പദം പറഞ്ഞു തുടങ്ങി. അത് മൈൻഡ് ചെയ്യാൻ നിന്ന അതിനെ നേരം കാണൂ. ഞാൻ പുറത്തേക്കിറങ്ങി. മുറ്റത്തിറങ്ങി ഞാനൊന്ന് ഞെട്ടി. എൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു. ചിറ്റപ്പൻ്റെ പഴയ അംബാസിഡർ കാറ് പുറംതിരിഞ്ഞ് കിടപ്പുണ്ട്. പുള്ളിയാണിൽ ബെൻസിലിരിക്കും പോലെ ഗമയിലിരിപ്പുണ്ട്. എൻ്റെ പുന്നാര ആങ്ങളെ കുട്ടേട്ടൻ കോർ ഡ്രൈവിംഗ് സീറ്റിലും. ഞാൻ കുനിഞ്ഞ് ആ വശത്തെ ടയറൊന്ന് നോക്കി. ചളുങ്ങിയ അലുമിനിയം പാത്രം പോലെ ആയിട്ടുണ്ട്. അമ്മ, അച്ഛൻ, ചിക്കു, ചിമ്മു, ഞാൻ എണ്ണമെടുത്തു. ദൈവമേ, ഇത്രയും പേര്, ഇനി ഇതിൽ കയറാനുണ്ടോ? അമ്മേ, ഇത്രയും പേരേ ഉള്ളോ? ഇനി ആരെങ്കിലും ഉണ്ടോ? സംശയരൂപീകരണം നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമാണ്. ഞാൻ ആ ഉഷയംബികയെ വിളിച്ചതാണ്. വരാനൊന്നുമല്ല, നമ്മുടെ ചടങ്ങ് തീർക്കണമല്ലോ, അതാ. തനി കുശുമ്പ് പുറത്തെടുത്തുകൊണ്ട് അമ്മ കാറിൽ കയറി. ചിക്കു കുട്ടേട്ടൻ്റെ മടിയിൽ കയറി. അതാകുമ്പോൾ ഫസ്റ്റ് ക്ലാസ് സീറ്റ് വിത്ത് കുഷൻ. അച്ഛൻ, അമ്മ, ചിറ്റയുടെ മടിയിൽ ചിമ്മു. കാർ നിറഞ്ഞു. അല്ല, ഇനി എൻ്റെ കല്യാണമല്ലേ? അതോ ഇനി എന്നെ കൊണ്ട് പോകുന്നില്ലേ? ഞാനിനി എവിടെ ഇരിക്കും? നീ എന്താ മാളു നോക്കി നിൽക്കുന്നേ? കയറുന്നില്ലേ? ചിറ്റ കണ്ണുരുട്ടി. അത് ഞാൻ പറഞ്ഞു തീരും മുൻപ് അമ്മയും ചിറ്റയും മുന്നോട്ട് പുറകോട്ട് നിരങ്ങി. ഒരൽപ്പം തത വെക്കാനുള്ള സ്ഥലം തന്നു. ഏതാണെന്ന് ഊഹിക്കാമല്ലോ. ഒരു തരത്തിൽ ഒതുങ്ങി കയറിയിരുന്നു. ദൈവമേ, കല്യാണത്തു മുൻപ് എൻ്റെ അംബാസിഡർ സ്വിഫ്റ്റ് പോലെയാകും. വേദന കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പുളഞ്ഞു. ഞാൻ ചിറ്റപ്പനെ ഒന്ന് നോക്കി. പുള്ളി ജബാവാൻ്റെ കാലത്ത് സ്റ്റീരിയോ ഓണാക്കി. എന്ത് വൃത്തികെട്ട ശബ്ദം! ചിറ്റപ്പൻ അതിൽ 2 തട്ട് തട്ടി. വൈശാഖ സന്ധ്യ നിൻചുണ്ടിൽ പാട്ടൊഴുകി വന്നതും കക്ഷി കുറച്ച് ഗമയിൽ ചിറ്റയെ ഒന്ന് നോക്കി. എന്തോ വലിയ കാര്യം സാധിച്ചതുപോലെ. ചിറ്റയാണൻ മുഖം കൊണ്ട് മറ്റൊരാക്ഷനും. ശൃംഗാരം. ദൈവമേ, പടായിട്ട് കല്യാണം തന്നെ പോകണമെന്നുണ്ടോ? ആ ചാരുതയിൽ പോയി വല്ലവും എടുത്താൽ പോരെ? ഞാൻ എല്ലാവരെയും നോക്കിക്കൊണ്ട് വീണ്ടും നഖം കടിച്ചു. കോപ്പ്, ഇനി നഖം ബാക്കിയില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. കല്യാണിൻ്റെ പാർക്കിങ്ങിൽ ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ അതാ നിൽക്കുന്നു കഥാനായകൻ മുൻപിൽ. വൈറ്റ് കളർ ചൈന നെക്ക് ഷർട്ടും ബ്ലൂ ജീൻസും കൂളിംഗ് ഗ്ലാസും വെച്ച് ഫോൺ വിളിക്കുന്നു. വീണ്ടും എൻ്റെ നിർവികാരത. ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന ധൈര്യം എവിടെയോ ചോർന്നു പോകുന്നത് പോലെ. മാളു ഇറങ്ങുന്നില്ലേ? പെണ്ണു വരുണിനെ കണ്ട് വെള്ളം ഇറക്കുക. കുട്ടേട്ടൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ വായും തുറന്നിരിക്കുവാണെന്ന്. സത്യം, വണ്ടിയിൽ ആരുമില്ല, എല്ലാവരും ഇറങ്ങിയിരിക്കുന്നു. ചെറിയ ചമ്മലോട് ഞാൻ വരുണേട്ടനെ നോക്കി. ആള് മറ്റെവിടെയോ ശ്രദ്ധിച്ചുകൊണ്ട് അച്ഛനോടും ചിറ്റപ്പനോടും സംസാരിക്കുന്നു. ഞാൻ പതുക്കെ വണ്ടിയിൽ നിന്നും ഇറങ്ങി അനുസരണയില്ലാതെ മാറിക്കിടന്ന് സാരി പിടിച്ചൊതുക്കി അവർക്ക് പിന്നാലെ ചെന്നു. രേവതിയും അപ്പവും അകത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളൂ. വരുണേട്ടൻ പറയുന്നത് കേട്ട് ഞാനും അമ്മയുടെയും ചിറ്റയുടെയും കൂടെ പോകാൻ കാലെടുത്ത് വെച്ചതും എൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ചിറ്റയുടെ വക നിർദ്ദേശം. നീ എവിടെ പോകുക? വരുണിൻ്റെ കൂടെ വന്നാൽ മതി, ഞങ്ങൾ അകത്തേക്ക് പൊക്കോളാം. എന്തിന്? ഒരു നിമിഷം ഒന്ന് ഞെട്ടി എക്സ്പ്രഷൻ സെലിംകുമാറിൻ്റെ ആയിപ്പോയി. തലയൊന്ന് കുടഞ്ഞു. അയ്യോ ചിറ്റ, ഞാൻ
നീ ഞങ്ങൾ പറയുന്നത് കേട്ടാ മതി. ആരിത്, ചിറ്റപ്പനോ? ഞാൻ അങ്ങോട്ടേക്ക് നോക്കി. ഓ, പുള്ളി പഴയ മലരമ്പനാണല്ലോ. ഞാൻ ആ നിമിഷം വരുണേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയ ചെറുചിരിയോടെ ഫോണിൽ കുത്തുന്നു. ഇതാണോ ഈ കൊലച്ചിരി എന്ന് പറയുന്ന സാധനം? അവർ പോയതും ഞാൻ വരുണേട്ടൻ്റെ പുറകെ പൂച്ചക്കുഞ്ഞിനെ പോലെ പോയി. ഇടയ്ക്ക് വെച്ച് ഞെക്കിക്കൊന്നില്ല എങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ആള് നേരെ പോയത് എസ്കലേറ്ററിൻ്റെ അടുത്തേക്കാണ്. അയ്യോ, ഞാനൊന്ന് ഞെട്ടി കണ്ണു തള്ളി. ബാംഗ്ലൂർ വെച്ച് പോലും ഈ കുന്തത്തിൽ കയറാൻ പേടിയുള്ള ഞാൻ പോയ പോക്കിൽ അവിടെ തന്നെ തറഞ്ഞു നിന്നു. പതുക്കെ സമീപത്തുള്ള സ്റ്റെയർ കേഴ്സിലേക്ക് നോക്കി. അതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഒന്നും പറയാതെ ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. നീ എവിടെ പോകുവാണ്? പല്ല് കൂട്ടിപ്പിടിച്ച് വരുണേട്ടൻ്റെ ചോദ്യം. അയ്യോ, ഞാൻ ആ നിൽപ്പിൽ പതുക്കെ തിരിഞ്ഞു. അത് എനിക്കിതിൽ കയറാൻ പേടിയാ. ഞാൻ സ്റ്റെയർ കേഴ്സിൽ വരാം, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഓ, ആശ്വാസം. വെഡ്ഡിംഗ് സെക്ഷൻ 5th ഫ്ലോറിലാണ്. അതുവരെ സ്റ്റെപ്പ് കയറുന്നേ കയറിക്കോ. എന്നാൽ പിന്നെ ലിഫ്റ്റ് ഉണ്ടല്ലോ. ഞാൻ പതിയെ പെറുപെറുത്തു. ലിഫ്റ്റ് കേടാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ നീ? വേണേൽ സ്റ്റെയർ കേഴ്സ് കയറിക്കോ. ഞാൻ പറഞ്ഞു കേട്ടെന്ന പോലെ മറുപടി പറഞ്ഞ ആൾ മുന്നോട്ടാഞ്ഞു. അയ്യോ, 5 നില എൻ്റെ പണി തീരും. ഞാനും വരുന്നു. വരുണേട്ടൻ്റെ പുറകെ ഓടി ആ ഓട്ടം ചെന്ന് നിന്നത് എസ്കലേറ്ററിൻ്റെ കാൽ വയ്ക്കാൻ ഒരുങ്ങിയ വരുണേട്ടൻ്റെ മുതുകത്തേക്കാണ്. വീഴാൻ പോയ എൻ്റെ ഇടുപ്പിലൂടെ വരുണേട്ടൻ ഇടക്കൈ കൊണ്ട് പിടിവീണ് കഴിഞ്ഞിരുന്നു. സാരി തലപ്പിലൂടെ കൈ വയറിൽ മുറുകി. ഒരു നിമിഷം ഞാനൊന്ന് പിടച്ചു. ഇവിടെ നോക്കിയാടി നടക്കുന്നേ. കണ്ണിലേക്ക് ആ നോട്ടം തുളച്ച് കയറി. അത് ഞാൻ വീഴാൻ വിക്കിക്കൊണ്ട് വരുണേട്ടൻ്റെ കൈ പതുക്കെ അടർത്താൻ നോക്കി. അപ്പോഴേക്ക് ആള് കൈയെടുത്ത് കഴിഞ്ഞിരുന്നു. ഞാൻ കൈ കൊണ്ട് വയറിൽ അമർത്തി. നല്ല നീറ്റൽ. പതുക്കെ ആ കൈയിലേക്ക് നോക്കി. വളരെ മനോഹരമായി നീറ്റ് വളർത്തിയ നഖങ്ങൾ. ഓ, ഇതൊന്ന് വെട്ടിക്കൂടെ? ഇനി സൂക്ഷിക്കണം. ഇതും ഒരു ആയുധമാകാൻ ചാൻസ് ഉണ്ട്. മാള് വേറെ ഒന്നും കൊണ്ടും പോയില്ലെങ്കിലും ഒരു നെയിൽ കട്ടർ വരുതിക്കൊള്ളണം, ഞാൻ എൻ്റെ മനസാക്ഷിയോട് പറഞ്ഞു. ഒരു വിധത്തിൽ അതിൽ നിന്നും ചാടിയിറങ്ങി. അപ്പോഴാണ് ആ സത്യം മനസ്സിലായത്. ഇനി 4 ഫ്ലോർ കൂടെ ഈ കുന്തത്തിൽ. ഒരു തരത്തിൽ ചാടി ചാടി ഞാൻ അതിൽ കയറി. ഇടയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ട് ഒന്ന് സഹായിച്ചൂടെ? എവിടെ, പ്രതികാരദാഹി അല്ലേ? അങ്ങനെ 5ാം നിലയിലെത്തിയപ്പോൾ ഞാനൊരു എസ്കലേറ്റർ വിദഗ്ധയായി കഴിഞ്ഞിരുന്നു. അഭിമാനത്തോടെ വലിയ കണ്ണാടിയിലേക്ക് നോക്കി. എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നി. അതാ പോകുന്നു, എങ്ങോട്ടെന്നില്ലാതെ. ഞാനും ഇങ്ങേരുടെ കൂടെയല്ലേ വന്നത്. കണ്ണാടിയിൽ എനിക്ക് ടാറ്റ പറഞ്ഞ് പുറകെ ഓടി. വെഡ്ഡിംഗ് സെക്ഷനിൽ കയറുമ്പോൾ അതാ നിൽക്കുന്നു പടകൽ. രേവതി ചേച്ചി വെഡ്ഡിംഗ് സാരി ഓരോന്ന് നോക്കുന്നുണ്ട്. മാളു, ഇങ്ങു വാ. ദാ, ഇത് ഇഷ്ടപ്പെട്ടോ? ചേച്ചി എൻ്റെ മേലെ ഒരു സാരി വെച്ചു. എനിക്കും അത് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. മേഡത്തിൻ്റെ നിറത്തിനും സൗന്ദര്യത്തിനും ഇത് നല്ല ചേർച്ചയുണ്ട്. സെയിൽസ് ഗേളിൻ്റെ കമൻറ്റ്. ഓ, ഞാനങ്ങ് കോരിത്തരിച്ചു. ഇത് ഫിക്സ്. ആ സാരി വേണ്ട, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈശ്വര, അശരീരി. ഞങ്ങൾ തിരിഞ്ഞു. വരുണേട്ടൻ. ഏട്ടാ, ഇത് മാളുവിന് നന്നായി ചേരും, നോക്കിക്കേ. എനിക്കിഷ്ടപ്പെട്ടില്ല എന്നല്ലേ പറഞ്ഞത്? ശബ്ദം കനച്ചു. എനിക്കിഷ്ടപ്പെട്ടു. നിഷ്കളങ്കമായി ഞാൻ ആ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ചേച്ചി എൻ്റെ കയ്യിൽ പിടുത്തമിട്ട് കണ്ണുകൊണ്ട് മിണ്ടരുതെന്ന് പറഞ്ഞു. അതിപ്പോൾ എന്താ അങ്ങനെ? എനിക്കിഷ്ടമായല്ലോ. ഞാൻ വാ വിളിച്ചു. ദാ, ആ റെഡ് ചില്ലി വിത്ത് ഗ്രീൻ അതെടുത്തോ. അത് പറഞ്ഞ് മൊബൈൽ ചെവിയിൽ വെച്ച് വരുണേട്ടൻ പോയി. മാളു, വരുണേട്ടൻ നോ പറഞ്ഞ ആരും എതിർക്കില്ല. പിന്നെ അത് മതി താണ്ഡവമാടാൻ. നീ അതൊക്കെ കണ്ടു നിന്നോണം. പിന്നെ ഏട്ടൻ പറഞ്ഞത് എടുത്താൽ മതി. മേഡത്തിന് ആ കളറും ചേരും. അതായിരിക്കും കൂടുതൽ ചേരുന്നത്. സെയിൽസ് ഗേളിൻ്റെ അടുത്ത കോംപ്ലിമെൻറ്റ്. ഒന്ന് കേട്ട് തൃപ്തി അടഞ്ഞതാ. മേഡം, ഈ പടിയിലേക്ക് കയറി നിന്നാ ഇതൊന്നും ചുറ്റി നോക്കാം. പിന്നെന്താ, ഇനി അതായിട്ട് കുറയ്ക്കേണ്ട. കേൾക്കേണ്ട താമസം ഞാൻ ചാടിക്കയറി. ഉടുത്തിരുന്ന സാരിക്ക് മുകളിലൂടെ ഒന്ന് ചുറ്റി അവർ മനോഹരമായി സാരി ഞൊറിഞ്ഞ് പതുക്കെ എൻ്റെ വയറിലേക്ക് തിരികെ. അയ്യോ, ഞാൻ വേദന കൊണ്ടൊന്ന് പുളഞ്ഞു. എന്താ മാളു, എന്തു പറ്റി? എൻ്റെ എക്സ്പ്രഷൻ കണ്ടതും രേവതി ചേച്ചി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു. അബദ്ധം പറ്റിയത് മനസ്സിലായി ഞാൻ ചുറ്റും നോക്കി. ദാദാ നിൽക്കുന്ന ആ വേദനയ്ക്ക് കാരണഹേതുവായ അവതാരം എന്നെ തുറിച്ചു നോക്കി. അപ്പോഴും ആയുധം ചെവിയിലുണ്ട്. ഒന്നുമില്ല ചേച്ചി, പുന്നാര ആങ്ങളയുടെ നഖം കൊണ്ടതാണെന്ന് ഞാൻ എങ്ങനെ പറയും? സാരിയൊക്കെ ചുറ്റി കണ്ണാടിയിലേക്ക് നോക്കി. വാവ്, ഇത്രയും സുന്ദരിയായിരുന്നു ഞാൻ. സെലക്ഷൻ കൊള്ളാം, അതൊക്കെ അറിയാമല്ലേ? ഞാൻ മനസ്സിലോർത്തു. പിന്നെ എല്ലാവരും കൂടെ അവിടെ ഒരു മേളമായിരുന്നു. ഇടയ്ക്ക് സെയിൽസ് ഗേള് ഇടുപ്പിൽ കൈക്കുത്തുന്നുണ്ട്. പാവം, അതുങ്ങൾക്കൊരു റെസ്റ്റ് കൊടുക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ആകട്ടെ, കൂടുതൽ ഇടപെട്ടാലേ എൻ്റെ തല കൊണ്ട് പോകുമെല്ലാം.
വെഡ്ഡിങ് സാരി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പതുക്കെ മുങ്ങി. ഇതെല്ലാം നോക്കിക്കൊണ്ട് അപ്പുറത്ത് കസേരയിലിരുന്നു. നിനക്കെന്താ, വേറൊന്നും എടുക്കണ്ടേ? മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ ദേ വന്നിരിക്കുന്നു തൊട്ടടുത്ത്. അത് എനിക്ക് സാരി എടുത്തു കഴിഞ്ഞു. മറ്റെവിടെയോ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലാതെ ആ മുഖത്ത് നോക്കാൻ പറ്റില്ലല്ലോ. സാരി പോരല്ലോ, ബാക്കി ഡ്രസ്സ് വേണ്ടേ? രേവതി നീട്ടി വിളിച്ച് കഴിഞ്ഞിരുന്നു. എന്താ ഏട്ടാ? കയ്യിലിരുന്ന സാരി സെയിൽസ് ഗേളിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് രേവതി ചേച്ചി ഓടി വന്നു. എന്താ ഭയം? ദൈവമേ, അപ്പം ഞാൻ ശരിക്കും ആപ്പിലായി അല്ലേ? ഇവൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം എടുക്കണം, അളവൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. എൻ്റെ അമ്മേ, ഇങ്ങനെ എന്തൊക്കെയായി പറയുന്നേ? അളവോ? ഞാൻ അടിമുടി എന്നെ ഒന്ന് നോക്കി. വാ മാളു. ചുണ്ടിലൊരു ചെറുപുഞ്ചിരിയായി ചേച്ചി എന്നെ കയ്യിൽ പിടിച്ചു. ആ ചിരി ഒരു താങ്ങല്ലേ ദൈവമേ. രേവതി ചേച്ചി എന്തൊക്കെയോ വലിച്ചുവാരി എടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ വയറ്റിൽ ചെറിയ നീറ്റലും. ചെറുതല്ല, അല്പം വലുത് തന്നെയാണ്. മനഃപൂർവ്വമാണ്, മനഃപൂർവ്വം. ഞാൻ പല്ല് കടിച്ചു. ചേച്ചി, ഞാൻ വാഷ്റൂമിൽ പോയി വരാം. അവിടെ നിന്നും ഒരു ഓട്ടമായിരുന്നു. അകത്ത് കയറി വലിയ ഗ്ലാസിൻ്റെ മുൻപിൽ സാരി അല്പം നീക്കി നോക്കി. എൻ്റെ അമ്മേ, 4 നീണ്ട വര. ശ്രീരാമന് 3 വരെയാണ് കൊടുത്തത് എങ്കിൽ എനിക്ക് 4 വരെയുണ്ട്. അതെങ്ങനെ ശരിയാകും? 5 വിരലല്ലേ വേണ്ടത്? കണക്ക് തെറ്റിയില്ലേ? ദേ കിടക്കുന്നു 4 ഓപ്പോസിറ്റായിട്ട്. ഓ, എന്നാലും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു കോരമാടൻ. കണ്ണാടിയുടെ മുൻപിൽ ആ പാടും നോക്കി നഖം കടിച്ചു ഞാൻ. നീ എന്താ ഇവിടെ? പുറകിൽ ബാത്റൂം തുറന്നു വരുന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി. വരുണേട്ടൻ. ഇതെന്താ കൊമ്പിടിയോ? എവിടെ പോയാലും ഉണ്ടല്ലോ. അയ്യോ സാരി. പെട്ടെന്ന് തന്നെ അത് വലിച്ചു നേരിയിട്ടു. അത് ടോയ്ലറ്റ്. ജെൻസിൻ്റെ ബാത്റൂമിലോ? ജെൻസ്. ഊഫ്. ഞാൻ നിന്ന് തലപുകച്ചു. അയ്യോ, വെപ്രാളത്തിൽ ബോർഡ് നോക്കിയില്ല. വീണ്ടും നഖം വായിലേക്ക്. അല്ല, ബാത്റൂം. ബോർഡ് മാറിപ്പോയതാ, ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എന്നാ ഇറങ്ങ്, വേറെ ആണുങ്ങൾ വരും. ആളുടെ കൂടെ ഇറങ്ങുമ്പോൾ ആരും കാണരുത് എന്ന പ്രാർത്ഥനയായിരുന്നു. ഇനി നാണം കെടാൻ വയ്യ. ഓ ഭാഗ്യം, ആരുമില്ല. എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നതിലാണ് ശ്രദ്ധ. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. ലേഡീസിൻ്റെ വാഷ്റൂം അവിടെയാണ്, പൊക്കോ. ഓ പോകണ്ട. ഞാൻ പതുക്കെ അവരുടെ അടുത്തേക്ക് ചെന്നു. അല്ലേലും പാട് നോക്കാനായിരുന്നു. അത് കഴിഞ്ഞു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ല് സെറ്റ് ചെയ്ത് താഴെ ചെന്നപ്പോൾ ചിറ്റപ്പൻ പെൻസിൽ കയറി ഇരിപ്പുണ്ട്. മാളൂന് ഞങ്ങൾ കൊണ്ടുവന്നോളാം. അപ്പുവേട്ടൻ്റെ വാക്ക് കേട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ സന്തോഷിച്ചു. ഓ, ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കാമല്ലോ. അതിനെന്താ, മോളപ്പൂവിൻ്റെ കൂടെ വന്നാൽ മതി. പട്ടാളം യെസ് മൂളി കഴിഞ്ഞിരുന്നു. അവരെ യാത്രയാക്കിയിട്ട് അപ്പുവേട്ടൻ്റെ കാലിൽ കയറി നോക്കിയപ്പോലെ പണി പാലും വെള്ളത്തിൽ. ഡ്രൈവിംഗ് സീറ്റിൽ വരുണേട്ടൻ. അയ്യോ, ഇങ്ങേര് പോയില്ലേ? ഇത് അപ്പുവേട്ടൻ്റെ കാറല്ലേ? അബദ്ധമായോ? കണ്ണൊന്ന് മിഴിച്ചു. വരുണേട്ടൻ്റെ കാറ് വീട്ടിലിട്ട് അപ്പുവേട്ടനാണ് പറഞ്ഞത് ഇതിൽ പോകാമെന്ന്. രേവതി ചേച്ചിയുടെ വാക്കുകൾ കേട്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നന്നായി. ഓ, അല്ലേലും ഇതിൽ കൂടുതൽ എന്ത് വരാനാണ്? ഞാനൊന്ന് നെടുവീർപ്പെട്ടു. മാളു, വൈകിട്ട് വീട്ടിലെത്തിക്കാം നിന്നെ. ചിറ്റപ്പനോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബീച്ചിലൊക്കെ പോയി അടിച്ചു പൊളിക്കാം. അപ്പുവേട്ടൻ തിരിഞ്ഞ് രേവതി ചേച്ചിയെ നോക്കി. ഓ, പുതുമണവാളിനും മണവാട്ടിക്കും തന്നെ പോയാൽ പോരെ? എന്നെ എന്തിനാ ഈ പിശാച്ചിൻ്റെ മുൻപിലേക്ക് വലിച്ചിരുന്നത്? ഇതിലും ഭേദം എൻ്റെ ചിറ്റപ്പൻ്റെ ബെൻസ് തന്നെയായിരുന്നു. ബീച്ച് വരെ അപ്പുവേട്ടനോട് ചിരിച്ച് സംസാരിക്കുന്ന വരുണേട്ടനെ ഞാൻ നോക്കി. അപ്പം ചിരിക്കാനൊക്കെ അറിയാം, വാ തുറന്ന് സംസാരിക്കാനും അറിയാം. അല്ലേലും പ്രതികാരം എന്നോടാണല്ലോ. എന്നാലും ചിരിക്കുമ്പോൾ തെളിയുന്ന ആ നുണക്കുഴി, അത് കാണാൻ നല്ല ഭംഗി തന്നെയുണ്ട്. എനിക്കുണ്ട് നുണക്കുഴി. ഞാൻ പതുക്കെ വിരലുകൊണ്ട് 2 കവിളിലും കുത്തി നോക്കി. ബീച്ചിലെത്തിയതും ഞങ്ങളെ ഇട്ടിട്ട് രേവതി ചേച്ചിയും അപ്പുവേട്ടനും കടലിലേക്ക് ഓടി. ഇവിടെ പിന്നെ മൊബൈൽ തന്നെയാണ്. എനിക്കാണെങ്കിൽ അവരുടെ കൂടെ ചാടാൻ കൊതിയായിട്ട് വയ്യ. ഓ, ആർത്തു വരുന്ന തിരമാലകൾ അത് എന്നെ മാടി വിളിക്കും പോലെ. മാളു, ഓടി വാ. ഇപ്പോൾ മാടി വിളിച്ചത് രേവതി ചേച്ചിയല്ലേ? ഇങ്ങനെ നോക്കി നിന്നാലേ ഞാനിവിടെ നിൽക്കും. അതുകൊണ്ട് ചോദിക്കാനും പറയാനും നിന്നില്ല. ഒറ്റോട്ടത്തിന് കടലിലെത്തി കഴിഞ്ഞിരുന്നു. ആദ്യമായി കടൽ കാണുന്ന കുഞ്ഞിനെ പോലെ രേവതി ചേച്ചി പെരുമാറുമെന്ന് കണ്ടപ്പോൾ മനസ്സിലായി, ആ കുട്ടി പിശാചിൽ കടൽ പോയിട്ട് ഒരു കുളം പോലും കാണിച്ചിട്ടില്ല. അമ്മാതിരി ആക്രാന്തമല്ലേ കാണിക്കുന്നത്. ചേച്ചിയോട് കൂടെ ചേർന്ന് കളിച്ച് ചേച്ചിയുടെ കൈവിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും ഒരു നിമിഷം ചുറ്റുമുള്ളത് മറന്നു കഴിഞ്ഞിരുന്നു. ഒരു വലിയ തിരമാല എന്നെ മൂടുന്നത് മാത്രം മനസ്സിലായി. കാൽപാദങ്ങളെ പുൽകിയിരുന്ന മണൽത്തരികൾ ദിശ തെറ്റി മാറുന്നത് ഞാൻ അറിഞ്ഞു. മാളു എന്നുള്ള രേവതി ചേച്ചിയുടെ വിളി അകന്നുപോയി. ദൂരെ നിന്നും ഓടി വരുന്ന വരുണേട്ടൻ അവസാനമായി എൻ്റെ കൺമുൻപിൽ തെളിഞ്ഞ രൂപം.